കവിതയിലെ ബിംബങ്ങളിലൂടെ കടമ്മനിട്ട പടയണിയെ ജനഹൃദയങ്ങളിലേക്ക് ആനയിച്ചത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി കടമ്മനിട്ട രാമകൃഷ്ണനാണ്. കവിയരങ്ങുകളിലൂടെ കവി പാടിത്തിമിർത്തപ്പോൾ കേരളം പടയണി എന്ന അനുഷ്ഠാന കലയെ കൂടുതൽ അറിഞ്ഞു. കടമ്മനിട്ട പടയണിയിലെ പാട്ടുകളുടെ താളങ്ങളെ കവി ഇഴചേർത്ത് തന്റെ കവിതകളിൽ അവതരിപ്പിച്ചു. ജയൻ അവണൂർ തയ്യാറാക്കിയ റിപ്പോർട്ട്. തെക്കൻ കേരളത്തിൽ നിന്നും പടയണിയെ ലോകശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ കടമ്മനിട്ട പടയണിക്ക് സാധിച്ചിട്ടുണ്ട്. കടമ്മനിട്ട എന്ന കൊച്ചു ഗ്രാമത്തെ കേരളത്തിൽ പ്രശസ്തമാക്കുന്നത് ഈ കലാരൂപം തന്നെയാണ്. 8 ദിവസം നീളുന്നതാണ് ഇവിടുത്തെ പടയണി ആഘോഷങ്ങൾ. ചൂട്ടുകറ്റയുടെയും തീവെട്ടിയുടെയും വെളിച്ചത്തിലാണ് പടയണികൾ ഉറഞ്ഞു തുള്ളിയെത്തുന്നത്. ഗണപതിക്കോലം, പക്ഷി, യക്ഷി, മറുത, മാടൻ, കാലൻ, ഗന്ധർവൻ തുടങ്ങി 40-ലധികം കോലങ്ങൾ അണിനിരക്കും. കോലങ്ങൾ ഉണ്ടാക്കുന്നതും കെട്ടുന്നതും നാട്ടുകാർ തന്നെ. കോലം തയ്യാറാക്കാനും കെട്ടാനും പുതുതലമുറയെ പഠിപ്പിക്കുന്ന കളരി കടമ്മനിട്ടയിലുണ്ട്. അതുകൊണ്ട് തന്നെ പടയണി എന്ന ഈ അനുഷ്ഠാന കല അന്യം നിന്നു പോവുകയില്ല. അതുകൊണ്ട് തന്നെയാണ് കടമ്മനിട്ടയ്ക്ക് പടയണി ഗ്രാമം എന്ന പേര് ലഭിച്ചത്. കടമ്മനിട്ട ഗോത്ര കലാകളരിയാണ് പടയണി അവതരിപ്പിക്കുന്നത്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് ഒറ്റ അവതരണത്തിന് വേണ്ടി മാത്രം വേഷങ്ങൾ ഒരുക്കുകയും ആ രാത്രിയിലെ അവതരണത്തിന് ശേഷം അവ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം ഒരുപക്ഷെ പടയണി എന്ന കലയിൽ മാത്രം. ആടിക്കഴിഞ്ഞതിന് ശേഷം കടമ്മനിട്ട ഭഗവതി ക്ഷേത്രം അതിൽ ചാരിവെച്ച പടയണി കോലങ്ങൾക്ക് മുന്നിൽ ഒരുപാട് പേരുടെ അധ്വാനത്തിന്റെയും വിയർപ്പിന്റെയും വിലയറിഞ്ഞു. വലിയ പടയണിയിലെ കോലങ്ങൾ ആലിന്റെ മുകളിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. ഒരു രാത്രിയിലെ പടയണിക്കായി കുറഞ്ഞത് 2-3 ദിവസത്തെ അധ്വാനം വേണം. കമുകിൽ നിന്ന് പാളയെടുക്കൽ, തെങ്ങിൽ നിന്ന് കുരുത്തോല ചീന്തൽ, അങ്ങനെ ഒരു പടയണിക്ക് 100 പാള വേണമെങ്കിൽ 100 കമുകിൽ കയറണം. കുരുത്തോലയുടെ ഈർക്കിലാണ് പടയണിയുടെ സൂചിയും നൂലും. പടയണിക്ക് വേണ്ടത് പച്ചപ്പാള, കുരുത്തോല, കമുകിൻ തടി, കുരുത്തോലയുടെ മടൽ, ചതച്ചെടുക്കുന്ന ബ്രഷ്, തടിക്കീറുകൾ കെട്ടാൻ വാഴനാര എന്നിവയൊക്കെയാണ്. 1001 പാളയിൽ വരയ്ക്കുന്ന ഭീമാകാരമായ കോലങ്ങളുടെ ആയുസ്സോ ഒരു രാത്രി മാത്രം. അടുത്ത ദിവസത്തേക്ക് ഇത് ഉണങ്ങി നശിക്കും. ഇതാണ് പടയണിയുടെ പ്രത്യേകത. പഞ്ചവർണ്ണങ്ങളുടെ ലയവിന്യാസമാണ് കോലങ്ങളെ ആകർഷകമാക്കുന്നത്. ഇതിനുള്ള ചായങ്ങളും പ്രകൃതിയിൽ നിന്ന് തന്നെ. ചെങ്കല്ല് അരച്ചെടുക്കുന്ന ചുമലയും, പച്ചമാവില വെയിലത്തു വാട്ടി വെണ്ണപ്പരുവത്തിൽ അരച്ചെടുക്കുന്ന കറുപ്പും, മഞ്ഞൾ അരച്ചെടുക്കുന്ന മഞ്ഞയും കോലങ്ങൾക്ക് അഴകു പകരുന്നു. പച്ചയും വെള്ളയുമാണ് മറ്റു 2 നിറങ്ങൾ. പച്ചപ്പാളയുടെ പുറത്തെ തൊലി ശ്രദ്ധയോടെ കനം കുറച്ച് ചീകി കളഞ്ഞ് എടുക്കുന്നതാണ് വെള്ള നിറം. പച്ചനിറം വേണ്ടിടത്ത് പാളയുടെ പുറംതൊലി ചീകിക്കളയാതെ തന്നെ ഉപയോഗിക്കുന്നു. ഈ പഞ്ചവർണ്ണങ്ങളെ ആകാശം, ഭൂമി, ജലം, വായു, അഗ്നി എന്നീ പഞ്ചഭൂതങ്ങളുടെ പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.